നമസ്കാരം, ലിജീഷാണേ. അപ്പോഴേ ഞാനിന്ന് നമ്മുടെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ വഴിയാണെന്ന് തിരൂരിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇതുവഴി എന്നും പാസ് ചെയ്ത് പോകാറുണ്ട് ട്രെയിനിൽ, പക്ഷേ ഇവിടെ ഇറങ്ങാൻ സൗകര്യം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നല്ല വെയിലാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ല. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫറോക്ക് എന്ന് പറഞ്ഞത് ഒരു ഓട് ഇഷ്ടികേൻ്റെ ഒക്കെ ഒരു ഫാക്ടറി ഉള്ള ഒരു കാലമായിരുന്നല്ലോ. അപ്പോൾ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയറൊക്കെ ഇഷ്ടിക കൊണ്ട് തന്നെ ചെയ്ത മാതിരി തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ഹെറിറ്റേജ് സ്റ്റൈലിൽ. പിന്നെ ടിക്കറ്റ് കൗണ്ടർ, അതുപോലെ പുറത്തുള്ള പ്രൈവറ്റ് ടിക്കറ്റ് കൗണ്ടർ, അതാ ഓട് ഫാക്ടറീൻ്റെ ഒക്കെ ചിത്രം അവിടെ നല്ല ഭംഗിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ AC വെയിറ്റിംഗ് ഹാള് ഇവിടെ 30 രൂപ കൊടുത്താൽ നമുക്ക് 1 മണിക്കൂർ നേരം ഉപയോഗിക്കാം. അപ്പോൾ അത് ഒരു സൗകര്യമാണ്. അപ്പോൾ ഞാൻ ട്രെയിൻ വരാൻ കുറച്ച് സമയമുള്ള കാരണം ഞാൻ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് നമ്മുടെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ. ഫറോക്ക് മാത്രമല്ല, എല്ലാ റെയിൽവേ സ്റ്റേഷനും വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ നിലമൊക്കെ ശരി ഗ്രാനൈറ്റ് ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും തിരൂർ അടിപൊളിയായിട്ടുണ്ട്. കോഴിക്കോട് പോയി 2027 ആകുമ്പോഴേക്ക് അടിപൊളിയാവും. ഷൊർണൂർ, അങ്ങനെ ഒരുപാട്, ഒറ്റപ്പാലം, നമ്മൾ പോകുന്ന കുറേ റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു.